ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം. യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കുടുംബം ഒന്നിച്ച് തിരുനാളുകൾക്ക് ജെറുസലേമിൽ പോവുക യഹൂദരുടെ ഒരു രീതിയായിരുന്നു. ഇവിടെ വചനത്തിൽ നാം കാണുന്നത് യേശുവും ഒന്നിച്ച് മാതാപിതാക്കൾ ആണ്ടുതോറും തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു എന്നാണ്. സ്നേഹമുള്ളവരെ, യൗസേപ്പ് പിതാവിൻ്റെ യാത്രകളെല്ലാം ബൈബിളിൽ നാം കാണുന്നത് കുടുംബം ഒന്നിച്ചുള്ള യാത്രകളാണ്. ബെത്ലഹേമിൽ പേരെഴുതിക്കാൻ പോകുന്നതും ഈജിപ്തിലേക്കും അവിടെ നിന്നുള്ള തിരിച്ചുള്ള പലായനവും ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ പോകുന്നതും ആണ്ടുതോറുമുള്ള തിരുനാളിന് പോകുന്നതും എല്ലാം കുടുംബം ഒന്നിച്ചുള്ള യാത്രകളാണ്. പ്രിയമുള്ളവരെ, ഈ 2025 അവസാന ദിവസത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ യാത്രകൾ എപ്രകാരമുള്ളതായിരുന്നു? കുടുംബം ഒന്നിച്ചുള്ള യാത്രകളായിരുന്നു നാം നടത്തിയത്. നമ്മുടെ ഭവനത്തിൽ നാം കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്, കുടുംബം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവാനായിട്ട്, ഒന്നിച്ചിരുന്ന് സംസാരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അടുത്ത 2026 നാം പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ നമ്മുടെ തീരുമാനം ഇതായിരിക്കണം. ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ, പുതിയ വർഷത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനം കുടുംബം ഒന്നിച്ച് ഞാൻ ആയിരിക്കും. എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.